സ്നേഹമുള്ള സഹോദരങ്ങളെ, വിവാഹിതരെ ഇതിലെ എന്ന ശുശ്രൂഷ തുടരുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് നമ്മൾ കണ്ടു. അതായത് മനുഷ്യൻ ഏകനല്ലാതായിരിക്കുവാൻ ഈശോയെ പുരുഷന്റെയും സ്ത്രീയുടെയും ഇടയിൽ കൊണ്ട് നിർത്തിക്കൊണ്ടാണ് വിവാഹം ആശീർവദിച്ചത്. അപ്പോൾ നീ ഏകനാകുക എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേരെ മാറ്റി നിർത്തുമ്പോഴാണ്. ഭാര്യയെ മാത്രം മാറ്റി നിർത്തുമ്പോഴല്ല, നീ ഏകനാകുന്നത് രണ്ടുപേരെ മാറ്റി നിർത്തുമ്പോഴാണ്. അപ്പൊ ഈശോയെയും നിന്റെ ജീവിത പങ്കാളിയെയും മാറ്റി നിർത്തുമ്പോഴാണ് നീ ഏകനാകുകയുള്ളൂ. അതുകൊണ്ട് നീ ഏകനല്ലാതിരിക്കണമെങ്കിൽ ഈശോയെയും അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിയെയും ചേർത്ത് പിടിക്കണം. അറ്റ്ലീസ്റ്റ് ഈശോയെയെങ്കിലും ചേർത്ത് പിടിക്കണം. അപ്പൊ നീ രണ്ടുപേരാകും, അല്ലേ? അതുകൊണ്ട് ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. നീ ജീവിത പങ്കാളിയെ മാത്രം മാറ്റി നിർത്തിയാൽ നീ ഏകനല്ലാതാകുന്നില്ല. നീ ഈശോയെയും കൂടെ മാറ്റി നിർത്തുമ്പോഴാണ് നീ ഏകനാകുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിത പങ്കാളി നിന്നെ ഉപേക്ഷിച്ചു, അല്ലെ ജീവിത പങ്കാളി വഴക്കുണ്ടാക്കി, ഞാനിപ്പം ആരുമില്ല എന്ന് ചിന്തിച്ചാൽ അത് നിന്റെ ഏകാന്തത അല്ല. നീ ഏകനാകുന്നത് നീ നിന്റെ ജീവിത പങ്കാളിയോടൊപ്പം ഈശോയെയും കൂടി മാറ്റി നിർത്തുമ്പോഴാണ്. വിവാഹം എന്ന കുദാശയിലൂടെ ഈശോയും നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ, വചനവായനയിൽ മുന്നോട്ട് പോയി നമുക്ക് ഒന്നായി പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ.